ഹലോ, ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ആരും നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമിഗ്രേഷനിൽ വന്ന ചെറിയൊരു ചേഞ്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഇവിടെ സമ്മർ കഴിഞ്ഞു. അപ്പോൾ 2 ഡിജിറ്റിൽ നിന്ന് 1 ഡിജിറ്റിലോട്ട് ടെമ്പറേച്ചർ പോന്നു. ഫോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കളേഴ്സ്, മരത്തിൻ്റെ കളേഴ്സൊക്കെ ചെറുതായിട്ടൊക്കെ മാറി. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ ഞാനൊരു വ്ലോഗ് ചെയ്യാം. ഉറപ്പില്ല, ചെയ്യാം. പിന്നെ ഇത് കണ്ടില്ലേ, ഗ്ലാസ്സിലൊക്കെ വേപ്പറൊക്കെ വന്ന് തുടങ്ങി. ഇന്നിപ്പോൾ ഇവിടെ ഫ്രോസ് അഡ്വൈസറി ഒക്കെ ഉണ്ട്. അതായത് ഫ്രീസിങ് പോയിൻറ്റിന് താഴെ ടെമ്പറേച്ചർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോസ് അഡ്വൈസറി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്, വെതർ അലേർട്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമുക്ക് പൊതുവേ ഈ PR ചെയ്യുന്ന സമയത്ത്, PRൻ്റെ പ്രോസസ്സിൻ്റെ ടൈമിൽ ഇൻവിറ്റേഷൻ ടു അപ്ലൈ ITA കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 90 ഡേയ്സ് ആയിരുന്നു. അതായത് ഈ ജൂണിന് മുമ്പ് അപ്ലൈ ചെയ്തവർക്ക്, ITA കിട്ടിയവർക്കൊക്കെ കിട്ടുന്ന സമയം 90 ഡേയ്സ് ആയിരുന്നു. അതായത് ആ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കുകയും മെഡിക്കൽ ചെയ്യുകയും പിന്നെ നമ്മൾ PCC, ഇത് 3 കാര്യങ്ങളാണ് നമ്മൾ ഈ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അതിന് 90 ഡേയ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കുറച്ചെങ്കിലും ആൾക്കാർ പ്രൂഫ് ഓഫ് ഫണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൂഫ് ഓഫ് ഫണ്ടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് 90 ഡേയ്സ് തന്നെ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണ്ടേ എന്ന് പറഞ്ഞ് ചെയ്ത് തീർക്കുന്നവരുണ്ട്. ചിലർ 2 മാസം വെറുതെ ഇരുന്ന് ലാസ്റ്റ് കിട്ടുന്ന 1 മാസം മാത്രം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ആ 90 ഡേയ്സ് 60 ഡേയ്സ് ആയിട്ട് കുറച്ചു. അപ്പം നിങ്ങളത് നോട്ടീസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ 90 ഡേയ്സ് ഇല്ല, 60 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊരു ചിന്തയുണ്ട്, ഓക്കെ ഫസ്റ്റ് 2 months അങ്ങനെ പോട്ടെ, ലാസ്റ്റ് 1 month എല്ലാം കൂടി പോയിട്ട് ചെയ്യാം, PCC മെഡിക്കലും എല്ലാം കൂടി ചെയ്യാം, പ്രൂഫ് ഓഫ് ഫണ്ട് ശരിയാക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് ഓർത്ത് വയ്ക്കുക, 60 ഡേയ്സേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന ഫണ്ട് കാണിക്കാൻ പ്രയാസപ്പെടുന്നവർ, ചിലർ ലോണൊക്കെ എടുത്തിട്ടാണ് ഫണ്ട് കാണിക്കാറുള്ളത്. അങ്ങനെ അത് ഈ ITA കഴിഞ്ഞ സമയത്ത് മാത്രമേ ലോണ് സമ്മതിക്കൂ. എന്നാലും അപ്പോൾ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ ലോൺ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നേരത്തെ അപ്ലൈ ചെയ്യുക. പണ്ടത്തെ പോലെ 90 ഡേയ്സ് ഇല്ല എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ആ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുമല്ലോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീക്കെൻഡിൽ കാണാം. ഈ വീക്കെൻഡ് ഒരു ലോങ് വീക്കെൻഡാണ് കേട്ടോ. ഇവിടെ താങ്ക്സ് ഗിവിങ് ആണ് ഈ വീക്കെൻഡ്. അതുകൊണ്ട് സാറ്റർഡേ, സൺഡേ, മൺഡേ എല്ലാവർക്കും ലീവാണ്. അതുകൊണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ വീക്കെൻഡിൽ കാണാം. Bye bye friends, take care, thanks for watching.